How does general interest magazines differ from special interest magazines? Substantiate your answer with the suitable examples. ആദ്യം നമുക്ക് ജനറൽ ഇൻട്രസ്റ്റ് മാഗസിൻസ് നോക്കാം. ജനറൽ ഇൻട്രസ്റ്റ് മാഗസിൻസ് ആർ എ ടൈപ്പ് ഓഫ് മാഗസിൻ ഈസ് പബ്ലിഷ്ഡ് ഫോർ എ വൈഡർ ഓഡിയൻസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഇൻ എ ജനറൽ മാനർ ആൻഡ് ദ ഫോക്കസ് ഈസ് ഓൺ മെനി ഡിഫറെൻറ്റ് സബ്ജക്ട്സ്. അതായത് ജനറൽ ഇൻട്രസ്റ്റ് മാഗസിൻ എന്ന് പറയുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള തരത്തിലുള്ള വിവരങ്ങൾ നൽകുന്നതും വ്യത്യസ്ത സബ്ജക്റ്റുകൾ ഉൾപ്പെടുന്ന ഉള്ളടക്കങ്ങളായിരിക്കും അതിലുള്ളത്. ദ മെയിൻ പർപ്പസ് ഓഫ് എ ജനറൽ ഇൻട്രസ്റ്റ് മാഗസിൻ ഈസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ദ ജനറൽ ഓഡിയൻസ്. എല്ലാ തരത്തിലും പെട്ട വായനക്കാർക്കുള്ള ഉള്ളടക്കങ്ങളാണ് അതിൽ കൊടുക്കുക. നോ ബാക്ക്ഗ്രൗണ്ട് നോളജ് ഓർ എക്സ്പെർട്ടൈസ് ഈസ് അസ്യൂംഡ്. ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് പശ്ചാത്തല വിവരങ്ങളോ പ്രത്യേകമായിട്ട് എക്സ്പേർട്സിൻ്റെ വ്യൂസൊന്നും അതിനകത്ത് ഉണ്ടാകില്ല. ജനറലായിട്ട് ആ കാര്യം ഒന്ന് പറഞ്ഞു പോകും. ആർട്ടിക്കിൾസ് യൂഷ്വലി പ്രൊവൈഡ് എ ബ്രോഡ് കവറേജ് ഓഫ് ടോപ്പിക്സ് ഓഫ് കറണ്ട് ഇൻട്രസ്റ്റ്. സമകാലീന താല്പര്യമുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങളാണ് അതിൽ കൂടുതലായിട്ടും കൊടുക്കുക. ഇത് എഴുതുന്നത് ഫ്രീലാൻസ് ജേർണലിസ്റ്റുകളോ അല്ലെങ്കിൽ ജേർണലിസ്റ്റുകളോ സ്റ്റാഫ് കറസ്പോണ്ടൻസ് എന്നിവരായിരിക്കും. ഇവ കൂടുതലും വളരെ അട്രാക്റ്റീവായിട്ടുള്ള അപ്പിയറൻസിലായിരിക്കും. പ്രത്യേകിച്ചും ലേഖനങ്ങൾക്കൊക്കെ ധാരാളം ചിത്രങ്ങളും ഫോട്ടോഗ്രാഫ്സൊക്കെ ആഡ് ചെയ്തിട്ടാകും. ഇതിൻ്റെ ഭാഷ എന്നുള്ളത് സാധാരണക്കാരായ അത്യാവശ്യ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ ഉന്നം വെച്ചിട്ടുള്ള അല്ല ഇത്തരം മാസികകൾ. പ്രത്യേക താല്പര്യമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ബുദ്ധിയോ ഒന്നും ഇത്തരം മാസികകൾ വായിക്കാനായിട്ട് ആവശ്യം വരുന്നില്ല. ഇത് കൂടുതലായിട്ട് കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസസ് ആണ് ഇത്തരം മാസികകൾ പബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ്. ഇതിന് ഉദാഹരണമാണ് ടൈം, ന്യൂസ് വീക്ക്, ഔട്ട്ലുക്ക്, ഇന്ത്യ ടുഡേ, ദ വീക്ക് എന്നിവ പോലുള്ളത്. സ്പെഷ്യൽ ഇൻട്രസ്റ്റ് മാഗസിൻസ് ആർ മാഗസിൻസ് ഡയറക്റ്റഡ് അറ്റ് സ്പെസിഫിക് ഗ്രൂപ്പ്സ് ഓഫ് റീഡേഴ്സ് വിത്ത് എ കോമൺ ഇൻട്രസ്റ്റ്. അതായത് ചില പ്രത്യേക താല്പര്യമുള്ള വായനക്കാർ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് മാഗസിൻ. ഇത് കൂടുതലും സ്പെസിഫിക് ഇൻട്രസ്റ്റുകൾ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് സ്പോർട്സിനോട് പ്രത്യേക താല്പര്യം, വാർത്തയോട്, ഫാഷനോട്, ബിസിനസ്സിനോട്, മ്യൂസിക്കിനോട്, അങ്ങനെ പ്രത്യേക താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ചിലത് വളരെ ടു കവർ ഓൾ ആസ്പെക്ട്സ് ഓഫ് എ ബ്രോഡ് സബ്ജക്റ്റ്, അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളും കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലത് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ പ്രത്യേകമായൊരു എലമെൻ്റ് എടുത്തിട്ടായിരിക്കും സ്പെസിഫിക് ആയിട്ട് കൊടുക്കുക. ഇതിന് ഉദാഹരണമാണ് സ്പോർട്സ് ഇല്ലസ്ട്രേറ്റഡ് മാഗസിൻ. ഇതിനകത്ത് സ്പോർട്സിനെ കുറിച്ചാണ് വരിക. പിന്നെ ഗോൾഫ് ഡൈജസ്റ്റ്, ഗോൾഫിനെ ചുറ്റിപ്പറ്റിയുള്ള ലേഖനങ്ങളും കാര്യങ്ങളും അതിൽ വരിക. അതുപോലെ പുരുഷന്മാർക്കുള്ള മാസികയാണ് ഫീൽഡ് ആൻഡ് സ്ട്രീം, ജെൻറ്റിൽമെൻസ് ക്വാർട്ടർലി, വുമൺസ് വേൾഡ്, സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് വുമൺസ് വേൾഡ്, ഗൃഹലക്ഷ്മി, വനിത എന്നിവ പോലുള്ള. ബോയ്സിനുള്ളതാണ് ബോയ്സ് ലൈഫ്, പിന്നെ ഗേൾസിന് വേണ്ടിയിട്ട് ടീൻസ് വോഗ് എന്നീ തരത്തിലുള്ള മാസികകൾ. എക്സ്പ്ലെയിൻ എനി 3 ഫങ്ഷൻസ് ഓഫ് മാഗസിൻ ലേഔട്ട്. മാഗസിൻ ലേഔട്ടിൻ്റെ ഏതെങ്കിലും 3 ധർമ്മങ്ങൾ വിശദമാക്കുക. ഫങ്ഷൻസ് ഓഫ് മാഗസിൻ ലേഔട്ട് എന്ന് പറയുന്നത് ഒന്നാമത്തേത് ടു ക്യാച്ച് ദ റീഡേഴ്സ് ഐ, വായനക്കാരുടെ കണ്ണുകളെ പിടിച്ചു നിർത്തുക. ടു ഇൻട്രൊഡ്യൂസ് എ ഫീച്ചർ, ഒരു പ്രത്യേക സവിശേഷത, ഒരു ഫീച്ചർ അവതരിപ്പിക്കുക. ടു ഇലൂമിനേറ്റ് ആൻഡ് ആംപ്ലിഫൈ ദ കണ്ടൻറ്റ്, അതായത് മാസികയുടെ ഉള്ളടക്കത്തെ ഒന്നും കൂടി പ്രകാശിപ്പിക്കുക അല്ലെങ്കിൽ ഒന്നുകൂടി അതിനെ മെച്ചപ്പെടുത്തുക. അടുത്താണ് ടു കീപ് ദ റീഡർ ഓൺ ദ ഹുക്ക്, വായനക്കാരെ കൊളുത്തിയിടുക. അതായത് മാസിക വായിപ്പിക്കാനായിട്ട് ഈ ലേഔട്ട് സഹായിപ്പിക്കുക. ടു എക്സ്പ്രസ് ദ മാഗസിൻസ് ക്യാരക്ടർ, മാസികയുടെ സ്വഭാവം പ്രകടിപ്പിക്കുക. ഇതെല്ലാമാണ് മാസികയുടെ ലേഔട്ടിൻ്റെ ധർമ്മങ്ങൾ. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ക്യാമറ ആംഗിൾസ്, താഴെ പറയുന്ന ക്യാമറ ആംഗിളുകൾ വിശദീകരിക്കുക. ഒന്നാമത്തേത് ഹൈ ആംഗിൾ. ഹൈ ആംഗിൾ എന്ന് പറയുന്നത് ക്യാമറ ലുക്സ് ഡൗൺ അപ്പോൺ എ സബ്ജക്റ്റ്, അതായത് ക്യാമറ മുകളിൽ പിടിച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റിലേക്ക് ക്യാമറ താഴോട്ട് ഫോക്കസ് ചെയ്യുന്നു. അതായത് ക്യാമറ മുകളിൽ, ക്യാമറ താഴോട്ട് സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുന്നു. ലോ ആംഗിൾ, ക്യാമറ ലുക്സ് അപ്പ് അറ്റ് എ ക്യാരക്ടർ, അതായത് ക്യാമറ താഴെ, ക്യാരക്ടർ മുകളിൽ. അതായത് ക്യാമറ താഴെ നിന്നും മുകളിലേക്ക് ക്യാരക്ടറിനെ നോക്കുന്ന രീതിയിലാണ് ലോ ആംഗിൾ എന്ന് പറയുന്നത്. ഡച്ച് ആംഗിൾ എന്ന് വെച്ചാൽ ടിൽറ്റഡ് ലാറ്ററലി ആസ് ഡയഗണൽസ്, അതായത്
ക്യാമറ തന്നെ നേരെ പിടിച്ചിരിക്കുന്ന ക്യാമറ ഒരു 45 ഡിഗ്രിയിൽ ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ ചരിച്ചു വെച്ചിട്ട് എടുക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ഡച്ച് ആംഗിൾ എന്ന് പറയുന്നത്. എ ബ്ലോഗ് ആക്ട്സ് ആസ് എ ടൂൾ ഫോർ സെൽഫ് എക്സ്പ്രഷൻ, കമൻറ്റ് യുവർ വ്യൂസ്. ബ്ലോഗ് ആത്മാവിഷ്കാരത്തിന് വേണ്ടിയുള്ള ഒരു ഉപകരണമായി പ്രവർത്തിക്കുന്നു എന്ന പ്രസ്താവനയോട് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ബ്ലോഗ് ഈസ് എ ടൂൾ ഫോർ സെൽഫ് എക്സ്പ്രഷൻ ഈസ് നൗ എ പവർഫുൾ മീഡിയ ഓഫ് ഓൺലൈൻ ജേർണലിസം. ശരിയാണ്, തീർച്ചയായിട്ടും ശരിയാണ്. ബ്ലോഗ് എന്ന് പറയുന്നത് ആത്മാവിഷ്കാരത്തിന് വേണ്ടിയുള്ള ഒരു ടൂളാണ്. ഇറ്റ് സെറ്റ്സ് എ സ്റ്റേജ് ടു പാർട്ടിസിപ്പേറ്ററി ജേർണലിസം. അതായത് ഒരു പാർട്ടിസിപ്പേറ്ററി ജേർണലിസം അല്ലെങ്കിൽ എന്താ പറയുക, സിറ്റിസൺ ജേർണലിസം എന്നൊക്കെ പറയുന്ന ഒരു തലത്തിലേക്ക് പോകുന്ന ഒന്നാണത്. ബ്ലോഗ് ഈസ് എ ഫ്രീക്വൻ്റ്ലി അപ്ഡേറ്റഡ് ഓൺലൈൻ ജേർണൽ. നമ്മൾ സാധാരണ ഡയറി എഴുതുന്നത് പോലെ ഫ്രീക്വൻ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒന്ന് ആണ് ഈ ഓൺലൈൻ ജേർണൽ. അത് മറ്റൊരു പ്രത്യേകതയാണ്, അത് വളരെ കോൺവെർസേഷണൽ സ്റ്റൈലിലാണ്. അതായത് നമ്മൾ ഏതെങ്കിലും വ്യക്തികളോട് സംസാരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഉള്ളടക്കം തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് വാർത്തകളിലേക്ക്, ഇൻഫോർമേഷനിലേക്ക് ലിങ്ക് കൊടുക്കുന്ന രീതിയിലും ഇത് ചെയ്യാറുണ്ട്. പിന്നെ അതിനൊരു കമൻറ്റ്സ് ലിങ്ക് ഉണ്ട്. അതിലൂടെ ആളുകൾക്ക് അവരുടെ കമൻറ്റ്സ് എഴുതാനായിട്ട് സാധിക്കുന്നു. അല്ലെങ്കിൽ എന്താണോ ബ്ലോഗർ എഴുതിയ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. എല്ലാത്തിനും അങ്ങനെ എല്ലാവരും അലോ ചെയ്യാറില്ല, പക്ഷെ ഭൂരിഭാഗം പേര് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആത്മാവിഷ്കാരത്തിനുള്ള വേദിയാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോഫോൺസ് യൂസ്ഡ് ഇൻ റേഡിയോ പ്രൊഡക്ഷൻ. റേഡിയോ പ്രോഗ്രാം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വിവിധതരം മൈക്രോഫോണുകളെക്കുറിച്ച് വിവരിക്കുക. യൂണി ഡയറക്ഷണൽ മൈക്രോഫോൺ, ബൈ ഡയറക്ഷണൽ മൈക്രോഫോൺ, ഓംനി ഡയറക്ഷണൽ മൈക്രോഫോൺ എന്നിവയാണ് പ്രധാനപ്പെട്ടത്. അതിൽ യൂണി ഡയറക്ഷണൽ മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ ദിസ് മൈക്രോഫോൺ പിക്സ് അപ്പ് സൗണ്ട് ഫ്രം വൺ ഡയറക്ഷൻ. ആസ് യു സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ് യുവർ വോയിസ് ഈസ് പിക്ഡ് അപ്പ്. അതായത് ഒരു ദിശയിൽ നിന്ന് മാത്രമുള്ള ശബ്ദമാണ് അത് എടുക്കുക. ഇഫ് യു സ്പീക്ക് ഫ്രം ദ അതർ സൈഡ് യുവർ വോയിസ് വിൽ നോട്ട് ബി പിക്ഡ് അപ്പ് പ്രോപ്പർലി. In a radio studio, the announcers, presenters and news readers use this type of a microphone. ഏത് ദിശയിലേക്കാണോ മൈക്ക് വെച്ചിരിക്കുന്നത് ആ ദിശയിൽ നിന്നുള്ള ശബ്ദം മാത്രമാണ് അത് എടുക്കുകയുള്ളൂ. അടുത്താണ് ബൈ ഡയറക്ഷണൽ മൈക്രോഫോൺ. ഹിയർ അഗെയിൻ, ആസ് ദ നെയിം സജസ്റ്റ്, ദ വോയിസ് ഓർ സൗണ്ട് ഈസ് പിക്ഡ് അപ്പ് ഫ്രം ടു ഡയറക്ഷൻസ്. രണ്ട് വശത്തു നിന്നുള്ള ശബ്ദമെടുക്കുന്നു. ഇഫ് യു ആർ റെക്കോർഡിംഗ് ആൻ ഇൻ്റർവ്യൂ ഇൻ എ റേഡിയോ സ്റ്റുഡിയോ യു മേ യൂസ് ദിസ് ടൈപ്പ് ഓഫ് മൈക്രോഫോൺ. ഒരു റേഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇൻ്റർവ്യൂവിന് ഇത് വളരെ നല്ലതാണ്. കാരണം ചോദ്യം ചോദിക്കുന്ന ആളും ഉത്തരം പറയുന്ന ആളും രണ്ട് സൈഡിൽ നിന്ന്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന ഒന്നായതുകൊണ്ട് ഈ ബൈ ഡയറക്ഷണൽ ഫോൺ നല്ലതാണ്. അത് രണ്ട് വശത്തു നിന്നുള്ള ശബ്ദത്തെയാണ് പിക്കപ്പ് ചെയ്യുന്നത്. അടുത്താണ് ഓംനി ഡയറക്ഷണൽ മൈക്രോഫോൺ. ഓംനി ഡയറക്ഷണൽ മൈക്രോഫോൺ പിക്സ് അപ്പ് സൗണ്ട് ഫ്രം ഓൾ ഡയറക്ഷൻസ്. എല്ലാ വശത്തു നിന്നുള്ള ശബ്ദമെടുക്കുന്നു. ഇത്തരം മൈക്രോഫോൺ ഈസ് യൂസ്ഡ് വെൻ എ നമ്പർ ഓഫ് വോയിസസ് ആർ യൂസ്ഡ് ഇൻ എ സിംഗിൾ പ്രോഗ്രാം ലൈക്ക് എ റേഡിയോ ഡിസ്കഷൻ ഓർ എ റേഡിയോ ഡ്രാമ. ഒരു നാടകത്തിലോ അല്ലെങ്കിൽ ഒരു ചർച്ചയിലൊക്കെ ഇത്തരം മൈക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. എല്ലാ ദിശയിൽ നിന്നുള്ള ശബ്ദവും അതിലേക്ക് പിക്കപ്പ് ചെയ്തോളും. എക്സ്പ്ലെയിൻ ദ ക്വാളിറ്റീസ് ഓഫ് എ ടെക്നിക്കൽ റൈറ്റർ. ടെക്നിക്കൽ റൈറ്റർക്ക് ആവശ്യമായ ഗുണങ്ങൾ വിവരിക്കുക. ലാംഗ്വേജ് സ്കിൽസ്, ക്വിക്ക് അഡാപ്റ്റേഷൻ ടു ഡിഫറെൻറ്റ് റോൾസ്, ടെക്നിക്കൽ സ്കിൽസ്, അപ്ഡേറ്റിംഗ് ഓഫ് നോളജ്, ടീച്ചിങ് സ്കിൽസ്, ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, ഓപ്പൺ ടു ക്രിറ്റിസിസം ആൻഡ് പ്രൊഫഷണലിസം. Language skill. Technical writer should convey ideas in short sentences. Language skill means the ability to convey ideas easily and concisely. If any error occurs in the text matter, it may have a negative impact on the goodwill of the company as well as the product. Quick adaptation to different roles. വ്യത്യസ്ത റോളുകളിലേക്ക് പെട്ടെന്ന് തന്നെ ഇണങ്ങിച്ചേരാനും അതിലേക്ക് കടക്കാനുമുള്ള ഒരു കഴിവ്. ടെക്നിക്കൽ സ്കിൽസ്, അതായത് സാങ്കേതിക പരിജ്ഞാനം. അപ്ഡേറ്റിംഗ് ഓഫ് നോളജ്, പുതിയ പുതിയ അറിവുകൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള കഴിവ്. ടീച്ചിങ് സ്കിൽ, അതായത് പഠിപ്പിക്കാനുള്ള കഴിവ്, കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി മനസ്സിലാക്കി കൊടുക്കുക. ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, മറ്റ് വ്യക്തികളുമായിട്ട് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ലൊരു ബന്ധം സ്ഥാപിക്കാനുള്ള സ്കില്ല്. ഓപ്പൺ ടു ക്രിറ്റിസിസം, വിമർശനങ്ങളെ തുറന്ന മനസ്സതയോടെ കാണാനുള്ള കഴിവ്. വിമർശനത്തിനോട് വളരെ മോശമായിട്ട് ഇടപഴകിയല്ല, അത് തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കാനുള്ള കഴിവ്. പിന്നെതാണ് പ്രൊഫഷണലിസം, അതായത് തൊഴിൽപരമായ രീതിയിൽ തൻ്റെ ജോലിയെ കാണാനുള്ള ഒരു കഴിവ്, സമീപനം. Describe media conference and brochures as traditional tools of
കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ പരമ്പരാഗത ഉപാധികളായ മീഡിയ കോൺഫറൻസ്, ബ്രോഷർ എന്നിവ വിവരിക്കുക. ആദ്യമായിട്ട് നമുക്ക് മീഡിയ കോൺഫറൻസ് അഥവാ പ്രസ് കോൺഫറൻസ് നോക്കാം. മീഡിയ കോൺഫറൻസ് ഈസ് എ ഫോർമൽ കോൺഫറൻസ് വിത്ത് ജേർണലിസ്റ്റുകളുമായിട്ട് ഒത്തുചേർന്നുള്ള ഒരു ഫോർമൽ ഔദ്യോഗികമായിട്ടൊരു കോൺഫറൻസാണ് ഒരു മീഡിയ കോൺഫറൻസ് അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസ്. ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ നടത്തണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കിടക്കുന്നത് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ സ്ഥാപനത്തിൻ്റെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഇതിൻ്റെ ഓഫീസർ ഇൻ ചാർജ് ഇൻവൈറ്റ്സ് എവരി റിപ്പോർട്ടർ പേഴ്സണലി ആൻഡ് അഷ്യൂർസ് ദെയർ പ്രസൻസ് ഇൻ ദ കോൺഫറൻസ്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഈ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർ, അതിൻ്റെ ചാർജുള്ള ഓഫീസർ ഓരോ റിപ്പോർട്ടേഴ്സിനെ പേഴ്സണലായിട്ട് ക്ഷണിക്കുകയും അവരുടെ സാന്നിധ്യം കോൺഫറൻസിൽ ഉറപ്പുവരുത്തുകയും വേണം. പിന്നെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരു പ്രസ് റിലീസ് തയ്യാറാക്കണം. കാരണം ഈ കോൺഫറൻസിന് വരുന്നവർക്ക് അവരെന്താണ് പ്രസിദ്ധീകരിക്കേണ്ടത്, ഒരു വൈകിയെത്തും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഫുൾ പോയിൻറ്റ്സ് എഴുതിയെടുക്കാനോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് എന്താണ് കോൺഫറൻസിൽ അവതരിപ്പിക്കുന്നത് അതിനൊരു എഴുതി തയ്യാറാക്കിയ ഒരു ഫോം കൂടി, അതിനെ പ്രസ് റിലീസ് എന്ന് പറയും, അതുകൂടി തയ്യാറാക്കി കൊണ്ട് പോവേണ്ടതാണ്. അത് തയ്യാറാക്കേണ്ട ജോലി ഈ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസറുടേതാണ്. യൂഷ്വലി മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ടോപ്പ് ഒഫീഷ്യൽസ് മേ പാർട്ടിസിപ്പേറ്റ് ആൻഡ് ഡെലിവർ പോയിൻറ്റ്സ് ഇൻ പ്രസ് കോൺഫറൻസസ്. ഇതിനകത്ത് സാധാരണയായിട്ട് ഈ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഏറ്റവും ഉയർന്ന ലെവലിലുള്ള ഉദ്യോഗസ്ഥർ എന്നിവരാണിത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഇതിൽ പോയിൻറ്റുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് കോർപ്പറേറ്റ് ഒരു സ്ഥാപനത്തെക്കുറിച്ച് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് വിവരങ്ങൾ എത്തിക്കാനുള്ള നല്ലൊരു മാധ്യമമാണ് മീഡിയ കോൺഫറൻസ് എന്ന് പറയുന്നത്. Brochure is a brief description of an organization or a product in the print format. ഒരു സ്ഥാപനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് അച്ചടിച്ച രൂപത്തിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ, ഒതുങ്ങിയ രീതിയിൽ കാര്യങ്ങൾ വിവരിച്ചിട്ടുള്ളതാണ് ബ്രോഷർ എന്ന് പറയുന്നത്. ഇതിൽ ഒരു സ്ഥാപനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടാവും, അതിൻ്റെ വേരിയസ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ധർമ്മങ്ങൾ എന്താണ്, മറ്റ് ഡീറ്റെയിൽസൊക്കെ ബ്രോഷറിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈ രണ്ട് ട്രഡീഷണൽ മാധ്യമങ്ങളും കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടുള്ള ഉപാധിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. റൈറ്റ് എനി 4 ഡിഫറൻസസ് ബിറ്റ്വീൻ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ്. വർത്തമാന പത്രങ്ങളും മാഗസിനുകളും തമ്മിലുള്ള ഏതെങ്കിലും 4 വ്യത്യാസങ്ങൾ എഴുതുക. സൈസ് ആൻഡ് അപ്പിയറൻസ്, വലിപ്പവും രൂപഘടനയും. കണ്ടൻറ്റ്, ഉള്ളടക്കം. സ്റ്റൈല്, ശൈലി. ഡിസൈൻ ആൻഡ് ലേഔട്ട്. ടാർഗറ്റ് ഓഡിയൻസ്, ലക്ഷ്യം വയ്ക്കുന്ന വായനക്കാർ. റീഡബിലിറ്റി, വായനാക്ഷമത. ഡിസ്പ്ലേ ആഡ്സ്, ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്സ്. വിഷ്വൽ സ്ട്രെങ്ത്, പിന്നെ ഷെൽഫ് ലൈഫ്, എത്ര കാലം അത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഇതിനകത്ത് ഏതെങ്കിലും ഒരു 4 പോയിൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിശദമായിട്ട് എഴുതാം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ ഭാഗങ്ങൾ പേജ് നമ്പർ 10 കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് എ ഷോട്ട്? എക്സ്പ്ലെയിൻ ദ 3 ബേസിക് ഷോട്ട്സ് യൂസ്ഡ് ഇൻ എ വീഡിയോ പ്രൊഡക്ഷൻ. ഷോട്ട് എന്നാൽ എന്താണ്? വീഡിയോ പ്രൊഡക്ഷന് ഉപയോഗിക്കുന്ന 3 അടിസ്ഥാന ഷോട്ടുകൾ വിശദീകരിക്കുക. ഷോട്ട് ഈസ് ദ ബേസിക് ബിൽഡിംഗ് യൂണിറ്റ് ഓഫ് എ വീഡിയോ പ്രൊഡക്ഷൻ. ഒരു വീഡിയോ പ്രൊഡക്ഷനിലെ ഏറ്റവും അടിസ്ഥാനപരമായ ബിൽഡിംഗ് യൂണിറ്റാണ് ഷോട്ട് എന്ന് പറയുന്നത്. ഇറ്റ് കൺവേസ് നെസസറി പീസസ് ഓഫ് ഇൻഫർമേഷൻ സച്ച് ആസ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് എ സെറ്റിംഗ്, ക്യാരക്ടർ ആൻഡ് തീം. അതായത് ഒരു ഷോട്ടിൽ അല്ലെങ്കിൽ ഒരു സീനിൻ്റെ സെറ്റിങ്, അതായത് അതിൻ്റെ രംഗസംവിധാനം, അതിലെ കഥാപാത്രങ്ങൾ, അതിൻ്റെ തീം എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഷോട്ടിൽ നിന്നാണ്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ. ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഷോട്ടാണ്. ഷോട്ട് ആർ ഓഫ് വേരിയസ് ടൈപ്സ് ബേസ്ഡ് ഓൺ ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്ജക്റ്റ് ആൻഡ് ദ ആംഗിൾ ത്രൂ വിച്ച് ദ ക്യാമറ ക്യാപ്ചേഴ്സ് ദ വിഷ്വൽ. അതായത് ഷോട്ടുകൾ 3 തരമുണ്ട്. ലോങ് ഷോട്ട്, മീഡിയം ഷോട്ട്, ക്ലോസപ്പ് എന്നീ 3 തരം ഷോട്ടുകളാണുള്ളത്. ലോങ് ഷോട്ട് എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബോഡി എടുക്കുകയാണെങ്കിൽ ഫ്രം ഹെഡ് ടു ടോ ആണ് നമ്മൾ ലോങ് ഷോട്ടിൽ പറയുന്നത്. അടുത്താണ് മീഡിയം ഷോട്ട്. മീഡിയം ഷോട്ട് എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ ഫിഗർ വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്രം ദ വേസ്റ്റ് ടു ദ ഹെഡ്. ക്ലോസപ്പ് ഈസ് ടൈറ്റ്ലി ഫ്രെയിംഡ് ക്യാമറ ഷോട്ട് ഇൻ വിച്ച് ദ സബ്ജക്റ്റ് ഈസ് വ്യൂഡ് അറ്റ് ക്ലോസ് റേഞ്ച്. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് എ യൂസർ മാനുവൽ. ഒരു യൂസർ മാനുവലിൻ്റെ ഘടന വിശദമാക്കുക. യൂസർ മാനുവലിന് ഒരു കവർ ഉണ്ടാകും. കവർ എന്ന് വെച്ചാൽ അതിൻ്റെ പേര്, സീരിയൽ ഓർ മോഡൽ നമ്പർ, ലോഗോ, സ്ലോഗൻ ഓഫ് ദ പ്രോഡക്റ്റ് എല്ലാം ഉൾപ്പെടുന്നതാണ്. പിന്നെയുള്ളതാണ് പ്രീക്കോഷൻ.
Precaution on to warn the user about the hazards that may occur while operating the machine or product. അതായത് the do's and don'ts. അതാണ് പ്രിക്കോഷനിൽ പറഞ്ഞത്. TOC, Table of Content, to locate his record information in the manual. And introduction. Company addresses the customer by thanking or congratulating the customer in choosing the product. Then positive expression like welcome, valuable customer, leaves you lasting impression, and the readiness for the message is created in the minds of the readers. അടുത്താണ് abbreviations. They are created for lengthy technical jargons or phrases. These terms are to be explained well enough in the document. A glossary of abbreviation is usually given at the end of a technical document. Then technical specifications. It introduces the product and its important parts to the user. Here a diagram is shown in which the important parts are marked visibly. Each part is numbered and defined in the same page. Then warranty. Warranty is a statement that contains the agreement showing the responsibility of the company on a product. It states that in case of malfunction or serious damage occurring within a designated period, the product will be replaced or repaired at the cost of the company. പിന്നെയാണ് accessories. The list of accessories given in a user manual is the business diversion of the manufacturer. At the same time, it is useful for the consumer since he or she gets value added services from the product. So finally, we can summarize it. The structure of a user manual, it contains cover, precautions, table of contents, introduction, abbreviations, technical specifications, warranty, accessories. Explain any 4 types of advertisements. ഏതെങ്കിലും 4 തരത്തിലുള്ള പരസ്യങ്ങളെക്കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. കൺസ്യൂമർ അഡ്വർടൈസ്മെൻറ്റ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്വർടൈസ്മെൻറ്റ്സ്, പബ്ലിക് സർവീസ് അഡ്വർടൈസ്മെൻറ്റ്സ്, കവേർട്ട് അഡ്വർടൈസിംഗ്, സറോഗേറ്റ് അഡ്വർടൈസിംഗ്, ഇൻഫോമേഴ്ഷ്യൽസ്, ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെൻറ്റ്സ്, ന്യൂ മീഡിയ അഡ്വർടൈസ്മെൻറ്റ്സ്, ഔട്ട്ഡോർ മീഡിയ അഡ്വർടൈസ്മെൻറ്റ്സ്, transit advertisements, display advertisements. Consumer advertisements are intended for the end user markets constituted by individuals and families. It introduces products and services to people for their daily use. അനുദിന ജീവിതത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതിൽ വിറ്റഴിക്കുന്നത്. ഓട്ടോമൊബൈൽസ്, ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്, ഇലക്ട്രോണിക് ഡിവൈസസ്, ക്ലോത്ത്സ്, ബുക്സ്, മൂവീസ്, എക്സെട്ര. The advertisements of FMCG, fast moving consumer goods, come under this category. അടുത്താണ് institutional advertisements. Institutional advertisement is designed to promote the goodwill of a company rather than goods or services. ഒരു സ്ഥാപനത്തിൻ്റെ പ്രതിച്ഛായ ജനങ്ങൾക്കിടയിൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് പബ്ലിക് സർവീസ് അഡ്വർടൈസ്മെൻറ്റ്സ്. These are primarily designed to inform and educate the target audience. ആളുകൾക്ക് അറിവും അവബോധം അല്ലെങ്കിൽ ശാക്തീകരണം കൊടുക്കുക എന്നുള്ളതാണ്. ദ ചീഫ് ഗോൾ ഈസ് നോട്ട് ഹാർഡ് സെൽ ബട്ട് ടു ചേഞ്ച് പബ്ലിക് ഒപ്പീനിയൻ മാറ്റുക. ടു സീക്ക് സപ്പോർട്ട് ടു പബ്ലിക് കോസസ് ലൈക്ക് നാഷണൽ ഇൻറ്റഗ്രേഷൻ, ഡി അഡിക്ഷൻ, ബ്ലഡ് ഡൊണേഷൻ ആൻഡ് ക്ലീനിങ് പബ്ലിക് പ്ലേസസ് എക്സെട്ര. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് കവേർട്ട് അഡ്വർടൈസിങ്. In covert advertising, a product or a brand is incorporated in some entertainment programs. ചില എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിൽ ചില പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡിനെ അതിൽ ഉൾപ്പെടുത്തുന്നു. അതിന് ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ പ്രോഡക്റ്റ് തന്നെ ഷോക്കേസ് ചെയ്യുന്നു ത്രൂ ഔട്ട് ദ ഷോ. ഉദാഹരണത്തിന് മൈനോറിറ്റി റിപ്പോർട്ട് എന്ന സിനിമയിൽ ലീഡ് ആക്ടർ ടോം ക്രൂയിസ് നോക്കിയ ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ജെയിംസ് ബോണ്ട് മൂവീസിലും നായകൻ ഒമേഗ വാച്ചസ് ഉപയോഗിക്കുന്നു. ഓസ്റ്റിൻ മാർട്ടിൻ കാർസ്, റെയ്ഡ് ആൻഡ് ടൈലർ സ്യൂട്ട്സ് ഉപയോഗിക്കുന്നു. ഇതെല്ലാം കവേർട്ട് അഡ്വർടൈസിങ്ങിന് ഉദാഹരണമാണ്. അടുത്താണ് സറോഗേറ്റ് അഡ്വർടൈസിങ്. ദിസ് കൈൻഡ് ഓഫ് അഡ്വർടൈസിങ് ഈസ് ക്യാരിഡ് ഔട്ട് ഫോർ സച്ച് പ്രോഡക്ട്സ് വിച്ച് ആർ ബാൻഡ് ഫ്രം പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്. അതായത് ഇതിന് പരസ്യം കൊടുക്കാൻ പാടില്ലാത്ത ചില ഉൽപ്പന്നങ്ങൾ, ഉദാഹരണത്തിന് സിഗരറ്റ്, ആൽക്കഹോൾ എന്നിവയുടെ ഒന്നും പരസ്യം പല രാജ്യങ്ങളിലും പരസ്യം ചെയ്യാൻ അനുവാദമില്ല. അതുകൊണ്ട് ഇത്തരം കമ്പനികൾ അവരുടെ തന്നെ മറ്റ് ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡ് നെയിം, ലോഗോ, മറ്റു ഉൽപ്പന്നങ്ങളുണ്ടാകും. ചിലപ്പോൾ അവർക്ക് എയർലൈൻ ഉണ്ടാകും അല്ലെങ്കിൽ മറ്റ് നല്ല ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ ബ്രാൻഡ് നെയിം, ലോഗോ, കളർ സ്കീമൊക്കെ ആളുകളിൽ these elements indirectly remind people of the product which are not allowed to be advertised.
അടുത്താണ് infomercials. It is a kind of television commercial in long format, typically for 5 minutes or more in length. The term infomercial combines two words, information and commercial. Here the consumer gets the opportunity to see the product on television. ഇത്തരം പരസ്യങ്ങൾ ഡിസ്പ്ലേ, ഡിസ്ക്രൈബ് ആൻഡ് ഡെമോൺസ്ട്രേറ്റ്, അതായത് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡിസ്പ്ലേ ചെയ്യുന്നു, അത് വിവരിക്കുന്നു, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നു, അതിൻ്റെ ഫീച്ചേഴ്സും ആ പ്രോഡക്റ്റ് എന്താണെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നു. അതാണ് ഇൻഫോർമേഷൻസ്, ഇൻഫോർമേഷൻ പ്ലസ് കൊമേഴ്ഷ്യൽ. അടുത്തതാണ് ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെൻറ്റ്സ്. Classified advertisements provide information in a dry, matter-of-fact manner. These advertisements are charged by the line and one newspaper column wide. There are various categories of classified advertisements such as for sale, wanted, service needed, etc., which are usually seen in newspapers. Classified advertisements are much cheaper than larger display advertisements. The messages in this kind of advertisements are short and direct. Classified display advertising is a combined form of classified and display advertisements. These kinds of advertisements have the use of color, graphics and pictures to attract the target audience. അടുത്തതാണ് ന്യൂ മീഡിയ അഡ്വർടൈസിംഗ്. It is relatively a new form of advertising which is spreading rapidly. New media uses cell phone, iPad, Kindles, Nooks and other portable electronic gadgets with internet connectivity. Current trends in mobile advertising involve the social media such as Twitter and Facebook. അടുത്താണ് ഔട്ട്ഡോർ മീഡിയ അഡ്വർടൈസിംഗ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബിൽബോർഡ്, പോസ്റ്റേഴ്സ്, പെയിൻറ്റഡ് ഡിസ്പ്ലേസ് ആൻഡ് ഇലക്ട്രോണിക് സൈൻ ബോർഡ്സ്. They are also collectively known as out of home or OOH advertising. OOH is a broad term that describes any type of advertising which reaches the consumer when he or she is outside. They remind us about the advertising messages frequently with larger than life images. അടുത്താണ് ട്രാൻസിറ്റ് അഡ്വർടൈസിംഗ്. It's a major classification under outdoor media advertising. Here the media are the vehicles of public transportation. In this method, advertisements can be placed inside or outside the transporting vehicles. As the vehicle moves, advertising messages also move to different destinations covering various geographic areas. അടുത്താണ് ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്സ്. These are common type of printed advertisements in which image, headlines, body copy, logo and slogan are carrying in a systematic way to attract the potential consumers. These advertisements appear in multiple columns and are usually colorful. ഇതിനകത്ത് ഏതെങ്കിലും ഒരു 4 എണ്ണത്തെക്കുറിച്ച് വിശദീകരിച്ച് എഴുതിയാൽ മതി. Do you agree with the statement that event management plays an important role in conducting an event successfully? Elaborate. ഒരു പ്രോഗ്രാം വിജയകരമായി സംഘടിപ്പിക്കുന്നതിൽ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന പ്രസ്താവനയോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? വിശദമാക്കുക. Event management is the application of project management to the creation and development of small and large-scale personal or corporate events such as festivals, conferences, ceremonies, weddings, formal parties, concerts, or conventions. It involves studying the brand, identifying its target audience, devising the event concept, and coordinating the technical aspects before actually launching the event. The process of planning and coordinating the event is usually referred to as event planning, and which can include budgeting, scheduling, site selection, acquiring necessary permits, coordination, transportation and parking, arranging for speakers or entertainers, arranging decor, event security, catering, coordinating with the third-party vendors, and emergency plans. Each event is different in its nature, so process of planning and execution of each event differs on basis of the type of event. The event manager is the person who plans and executes the event, taking responsibility for the creative, technical and logistical elements. This includes overall event design, brand building, marketing and communication strategy, audiovisual production, script writing, logistics, budgeting, negotiation and client service. Due to the complexities involved,
The extensive body of knowledge required and the rapidly changing environment, event management is frequently cited as one of the most stressful career. Even then, it can make an event very successful. Match the following: Dada Sahib Phalke, Raja Harishchandra, Satyajit Ray, Apur Sansar, J.C. Daniel, Vikata Kumaran, G. Aravindan, Kumati. Briefly explain the various types of radio broadcasting. വിവിധ തരം റേഡിയോ പ്രക്ഷേപണങ്ങളെക്കുറിച്ച് വിശദമാക്കുക. Various types of radio broadcasting are public service broadcasting, commercial radio, community radio, ham radio and internet radio. ഇതിൽ public service broadcasting എന്ന് പറയുന്നത് it is financed and controlled by the public and for the public. It is neither commercial nor state-owned and free from political interference. AIR and BBC are examples. Next is commercial radio. They are owned and managed by private enterprises. Their survival is based on airing advertisements. They give importance to entertainment programs like comedy talks, music programs and celebrity chats. Example, Red FM, Radio Mango, Club FM. Next is community radio. It is a geographic specific and audience specific radio broadcast in FM mode. It serves populations in far-flung areas, coastal areas, or in some areas where people live together as a community. It facilitates individuals, groups, and communities to share their experiences and is considered as a participatory development communication initiatives. These radios preserve local language and culture, traditions, and social norms. Next is ham radio. Amateur radio, ham radio is a popular hobby and service in which licensed amateur radio operators or hams run the communication equipment. Amateurs operate radio as a hobby with no monetary benefits. They often provide essential communication services when regular channels are unavailable due to natural disaster or other disruptive events. Next is internet radio. Internet radio is also known as web radio, net radio, streaming radio, e-radio, online radio, etc. It's an audio service transmitted via the internet. Internet radio services are usually accessible from anywhere in the world if internet connection is available. Radio Maska is India's first live internet radio station that provides Bollywood music 24/7. Explain the characteristics of online journalism. Online journalismത്തിൻ്റെ സവിശേഷതകൾ വിവരിക്കുക. Immediacy, hypertextuality, interactivity, multimediality, archiving. ഇതിൽ ഇമ്മീഡിയസി എന്ന് വെച്ചാൽ ഒരു വാർത്ത ഉണ്ടായിക്കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇമ്മീഡിയസി എന്നുള്ള പോയിന്റിൽ വരുന്ന. ഹൈപ്പർ ടെക്സ്റ്റുവാലിറ്റി, വെൻ വി മൂവ് ദ കർസർ അക്രോസ് വെബ് പേജസ്, it form an index finger as it passes certain words or blocks of words, or the color of that word changes with an underline. This indicates the existence of a link between documents. If you click it, a new window or page opens which consists of text, graphics and images. Next is interactivity. It is the active participation of sender and receiver in constructing a message. Online media users can interact immediately with the writer or producer by email or comment or like. Multimediality refers to the existence of different media in a single system or convergence of the media. That is, you can hear audio, watch video and can read the text. Next is archiving. It is the capacity to store huge quantity of data for later viewing and research. Explain the various functions of advertising. പരസ്യത്തിൻ്റെ വിവിധ തരം ധർമ്മങ്ങളെക്കുറിച്ച് എഴുതുക. Various functions of advertising informs, educates, creates demand, enhances competition, establishes brand identity, promotes action, improves customer base.